ഹായ് ഗൈസ്, നമ്മളിന്ന് ഒരു യാത്ര പോവാണ്. എങ്ങോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെല്ലാർച്ചാലിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സോളോ റൈഡ് ഇങ്ങനെ പോകാറുണ്ട്. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇന്നൊരു മഴ പെയ്തപ്പം ചുമ്മാ നെല്ലാർച്ചാലിലേക്ക് പോയി കളയാൻ വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്. നമ്മൾ ഏകദേശം നെല്ലാർച്ചാൽ എത്താനായി, വരുന്ന വഴിക്കാണുള്ളത്. അപ്പം നമുക്ക് നെല്ലാർച്ചാലിലുള്ള കാഴ്ചകൾ കാണാം അല്ലേ. എന്നാൽ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ നെല്ലാർച്ചാൽ എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒരു അടിപൊളി വ്യൂ കാണിച്ചു തരാം. കണ്ടോ, നല്ല മനോഹരമായ വ്യൂ ആണ്. നല്ല മഴയും കാര്യങ്ങളൊക്കെ വന്ന ശേഷം അവിടെയൊക്കെ കോടിറങ്ങി. നിങ്ങൾക്ക് ക്യാമറയിലൂടെ എത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അത്യാവശ്യം നല്ല ഭംഗിയുള്ള വ്യൂസും കാര്യങ്ങളൊക്കെയാണ്. വൈകുന്നേര സമയങ്ങളിലൊക്കെ നമുക്ക് വയനാട്ടുകാർക്ക് വന്നിരിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ് നെല്ലാർച്ചാൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ വന്ന് വിസിറ്റ് ചെയ്യാം, ഫ്രീ ആണ്. ഇവിടെ എൻട്രി ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല. വരുന്നവരോട് എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയുള്ളൂ, നിങ്ങളുടെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇട്ട് നശിപ്പിക്കരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പേര് വന്ന് ഇതുപോലെ തന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇവിടെ പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ക്ലോസ് ചെയ്ത് പോകണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നശിപ്പിച്ച് അവിടെ വന്ന് അലമ്പാക്കിയിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വരുന്നവർ റെസ്പോൺസിബിളായിട്ടിരിക്കുക, വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ചും കൂടെ താഴേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം, അങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പശുവൊക്കെ ഉണ്ട് കാണാം. ഇതിവിടെ ഉള്ള ആൾക്കാരുടെ പശുക്കളാന്ന് തോന്നുന്നുണ്ട്, വിട്ട് മേയ്ക്കുന്നതാണ് കാണുന്നത്. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരിക്കും. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല മനസ്സും കാര്യങ്ങളൊക്കെ നല്ല തണുപ്പിച്ചിട്ട് നമുക്ക് പോകാം അവിടെ. ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് ഇങ്ങനെ തോന്നിയ കാര്യമാണ് നെല്ലാർച്ചാൽ പോയി കളയാം. അങ്ങനെ ഇറങ്ങിയതാണ്. ഇറങ്ങാൻ നല്ല സുഖമാണ്, കയറിപ്പോരാട് പാട് പ്രശ്നം വെച്ചപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ അമ്പലയിൽ വരിക. അമ്പലയിൽ വന്നിട്ട് അവിടുന്ന് നമ്മൾ നേരെ മഞ്ഞപ്പാറ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ എത്തും. മഞ്ഞപ്പാറ എന്ന് പറഞ്ഞ ജംഗ്ഷൻ്റെ അവിടുന്ന് നമ്മൾ റൈറ്റ് എടുക്കണം. റൈറ്റ് എടുത്തിട്ട് കുറച്ച് ഫ്രണ്ടിലേക്കാണ്. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചാലും വരും, നെല്ലാർച്ചാൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണിച്ചു തരും. ഏകദേശം റൂട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് കാഴാപ്പുഴേൻ്റെ ബാക്ക് വാട്ടേഴ്സ് എന്നാണ് പറയപ്പെടുന്നത്. കാഴാപ്പുഴേൻ്റെ ബാക്ക് വാട്ടേഴ്സാണ് ഇത് കാണുന്നത്. നമ്മളവിടെ കാണുന്നത് ഈ മീനും കാര്യങ്ങളൊക്കെ വളർത്തുന്ന സംഭവമാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബണ്ട് പോലെ ഇങ്ങനെ കെട്ടിയിട്ട് അതിനകത്ത് മീനിനെയും കാര്യങ്ങളൊക്കെ വളർത്തുന്നതാണ് നമുക്ക് കാണുന്നത്. വ്യൂസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ല സൺസെറ്റൊക്കെ, നല്ല അടിപൊളി സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട്. പിന്നെ മഴക്കാലമായാലും നല്ല കോടയുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, വീഡിയോയിലായതുകൊണ്ട് ഫോണിലായതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല. ഇത് മറ്റേ മുട്ടക്കുന്ന് പോലെ ഇങ്ങനെ ഏരി ഇങ്ങനെ പറന്ന് കിടക്കുക കേട്ടോ. അതിങ്ങനെ നമുക്ക് അവിടെ ഇവിടെ എവിടെ വേണം പോവാം. അത്യാവശ്യം നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇതാണ് എൻട്രി ചെയ്യുന്നത്. പിന്നെ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ ഉണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് വണ്ടിയൊക്കെ കൊണ്ടുവരാം, റോഡും കുഴപ്പമൊന്നുമില്ല. ഈ ഇറങ്ങുന്നിടം മാത്രം കുറച്ച് പ്രശ്നമുള്ളൂ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കൂടെ നിൽക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.